യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ 15 ദിവസമായി ഉപവാസത്തിൽ നമ്മൾ കഴിയുന്ന സമയം പലരും പലപ്പോഴും പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവം എനിക്കൊരു വാതിൽ തുറന്നു തരാത്തത്? എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒന്ന് തീർക്കാൻ, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ഏതു വാതിലാണ് എനിക്ക് തുറന്നു തരിക? പ്രിയ സഹോദരീ സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കുന്നവർക്കായി പിതാവായ ദൈവം എൻ്റെ വാതിലുകളെല്ലാം കൊട്ടി അടച്ചിരിക്കുകയാണ്, രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്കായി ഇന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ തിരുവചനം നമ്മൾ ശ്രവിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനം. ഇതിനു ശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണേലും, നിങ്ങളുടെ എന്ത് വേദനകളാണേലും വിഷമങ്ങളാണേലും, ഇന്ന് കർത്താവ് അത് മാറ്റി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിന് മുന്നോടിയായി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ദൈവത്തെ നിങ്ങൾ കാണും. കർത്താവ് നിങ്ങളെ പുതിയ സ്ഥലത്തേക്ക്, അടുത്ത പടിയായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. ആമേൻ ചൊല്ലി ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് ഈ വചനം സ്വീകരിക്കാം. സങ്കടത്താലും ബുദ്ധിമുട്ടുകളിലാലും സാമ്പത്തിക പ്രശ്നങ്ങളിലും രോഗങ്ങളിലും ഒക്കെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ദൈവം ഇന്ന് പുതിയൊരു വാതിൽ തുറന്നു തരികയാണ്. അത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെയാണ്. ആ വാതിലിലൂടെ നിങ്ങളെ ദൈവം കൈപിടിച്ച് നടത്തും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളിലേക്കും, ഈ വചനം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുന്ന ഓരോ മക്കളിലേക്കും, ലോകം മുഴുവനും ഈ വചനം ശ്രവിക്കുന്ന മക്കളിലേക്കും ഒരു ദൂതുപോലെ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സഹായവും കരുണയും സമാധാനവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും നിങ്ങൾക്കായി തുറന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യട്ടെ. കർത്താവിൻ്റെ സമാധാനം ഞാൻ എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.